പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 27 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം സ്തോത്രം പറയാൻ കഴിയുന്നെങ്കിൽ ധൈര്യമായിട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം നമ്മളെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ ദിവസവും രാവിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നത്. കാരണം നമ്മൾ മറന്നു പോകരുത്, ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മൾ സംരക്ഷിക്കപ്പെട്ടത്. രാത്രിയിൽ നല്ലോണം ഉറങ്ങിയത് കർത്താവിൻ്റെ കൃപയാണ്. രാവിലെ ഉണർന്നത്, നമ്മളെപ്പോലെ ഉറങ്ങിക്കിടന്നാൽ പലരും ഉണർന്നിട്ടില്ല. പലരും ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി. പലരും പലവിധ ബുദ്ധിമുട്ടിലായിപ്പോയി. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. ഇത് നമ്മൾ അക്നോളജ് ചെയ്യാനായി സ്തോത്രം പറയുന്നത് കേട്ടോ. എൻ്റെ കഴിവിനാലല്ല ഞാൻ ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ മോർണിംഗ് സന്ദേശം അറിയിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് എന്ന് നമ്മൾ ഉറക്കെ പറയാനാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് പറയുന്നത്. കർത്താവെ, അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്നതിനായിട്ടും സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചിലർക്കൊരു സംശയമുണ്ട്, എന്തിനാ ഇത്രയും സ്തോത്രം പറയുന്നത്? യെസ്, ദൈവത്തിൻ്റെ കൃപയാണ് നാം ജീവനോടിരിക്കുന്നത്, ആയുസ്സോടെ ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 95-ാം സങ്കീർത്തനം പറയുന്നു, വരുവീൻ, ആമേൻ, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, കർത്താവ് സകല ദേവന്മാർക്കും മീതെ രാജാവാകുന്നു. 6-ാമത്തെ വാക്യം എന്ന്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, കർത്താവ് നമ്മുടെ ദൈവമാകുന്നു, നാം കർത്താവ് മേയ്ക്കുന്ന ജനവും കർത്താവിൻ്റെ കൈകളെ ആടുകളും തന്നെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും എന്ത് ചോദിച്ചാലും അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് അങ്ങയുടെ വചനവും വാഗ്ദത്വവുമാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനം എവിടെയാണോ അവർ അവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് കൈവിരലുകൾ ഫ്ലെക്സ് ചെയ്യാൻ, അതായത് മടക്കുവാൻ കഴിയാതെ കൈവിരലുകൾ സ്റ്റിഫായി പോയ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വിരലുകൾ ഫ്ലെക്സിബിളായി തീരട്ടെ. ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ. എന്ത് കാരണത്താലാണെങ്കിലും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈവിരലുകളുടെ മൊബിലിറ്റി യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അതുപോലെ കഴുത്തിന് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ സ്റ്റിഫായിട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കോൺസ്റ്റിപ്പേഷനാൽ ഭാരപ്പെടുന്നവർ, ഡൈജഷൻ പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇൻ്റർവ്യൂ കോൾ വരട്ടെ. ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ പ്ലേസ്മെൻറ്റ് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. ബിസിനസ് ചെയ്യുന്നവർ ഈ മാസം അത്ഭുതകരമായി ഫിനിഷ് ചെയ്യട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജയകരമായി ഈ മാസം മുന്നോട്ട് പോകട്ടെ. അതുപോലെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കരങ്ങളിലേക്ക് വെക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ പ്രത്യേക പ്രയർ റിക്വസ്റ്റുകളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ചില മിറക്കിൾ
യേശുവിൻ നാമത്തിൽ സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഫാമിലി സ്റ്റാറ്റസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ആമേൻ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, അവരുടെ കുടുംബത്തെ കൊണ്ടുവരാൻ വേണ്ടി ഫാമിലി വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി ചില അത്ഭുതങ്ങൾ ഈ പകൽ സംഭവിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ സഹായിക്കണം. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് ഈ മിഷൻ്റെ ഭാഗമാകുവാൻ ആമേൻ 2-3 കാര്യങ്ങൾ ഈ സിമ്പിൾ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സമയം മാറ്റി വെച്ച് പറയണം, ഞാൻ ഇന്ന് ഒരു 10 മിനിറ്റ് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതിന് നിങ്ങൾക്ക് കർത്താവ് പ്രതിഫലം തരും. 2, ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ പറയുക, അവരെയൊക്കെ എൻകറേജ് ചെയ്യുക, അവരെ ജോയിൻ ചെയ്യിക്കുവാൻ അവരെ കൂടെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിലൂടെ ദൈവം ചെയ്ത നന്മകളെ അവരോട് പറയുമ്പോൾ അവരും അതിനകത്ത് ഭാഗമായി മാറും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഈ മിഷൻ്റെ ഭാഗമായി മാറാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവും പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. വളരെ മനോഹരമായൊരു വാക്യമാണ്. ചില ആഴങ്ങളിൽ നമ്മൾ ഇറങ്ങി ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക്, അതായത് ഒരു ശക്തന്മാരായ ഒരു ദൈവ മക്കളുടെ കൂട്ടമാണ് കൊലോസിലുണ്ടായിരുന്നത്. അവർ വിശ്വാസത്തിൽ വളർന്നു വരിക. പക്ഷെ അവർക്ക് ചുറ്റും തെറ്റായ പഠിപ്പീരുകളും ഈ ലോകത്തിലുള്ള ഫിലോസഫികളും ഒക്കെ അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനും ക്രിസ്തുവിലുള്ള ആ സിമ്പിൾ ഫെയ്ത്തിൽ നിന്ന് മാറ്റി അവരെ ഈ പ്രവൃത്തികളിലേക്കും അല്ലാതെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗങ്ങൾ എഴുതുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവനിൽ തന്നെ നടപ്പീൻ. നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. കൂട്ടായ്മ, എല്ലാവരും പറഞ്ഞ കൂട്ടായ്മയിൽ നടക്കണം. അതായത് പലരും ക്രിസ്തുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിൻ്റെ കൂടെ അല്ല നടക്കുന്നത്. പിന്നെ അവരവരുടേതായ ജീവിതത്തിലങ്ങ് പോവുക. അവൻ യേശുവിനെ കർത്താവായി രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞു, അല്ലെങ്കിൽ അവൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പക്ഷേ അതിനുശേഷം അവർ ഈ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലല്ല നടക്കും. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് മാത്രമല്ല, യേശുവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ വേണം നടക്കാൻ. ആമേൻ. അവരുടേതായ ഐഡിയയിലും അവരുടേതായ സിസ്റ്റത്തിലുമൊക്കെ പോകാം. അങ്ങനെ പോയാൽ പറ്റത്തില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടക്കാൻ പഠിക്കണം. അപ്പം ആ യേശുവുമായുള്ള വിശ്വാസം, ദൈവവചനം ധ്യാനിച്ച് നമ്മൾ നടക്കണം. അതാ പറഞ്ഞത് റൂട്ടഡ്. അവനിൽ വേരൂന്നിയിരിക്കണം. റൂട്ടഡ് എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷം വേരൂന്നതിനും തുല്യമാണ്. വേര്, അതായത് ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ വളർച്ച ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു വൃക്ഷത്തിൻ്റെ വളർച്ചയെ എത്രമാത്രം പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അതിൻ്റെ റൂട്ട് എത്രമാത്രം താഴോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ വേര് എത്രമാത്രം താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആമേൻ. എന്നിട്ട് വേരൂന്നി ആത്മീക വർധന പ്രാപിച്ചു. അവിടെ പറയുന്നത് ബിൽട്ടഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ബിൽട്ടപ്പ് ഇൻ ഹിം. അതായത് ഒരു ബിൽഡർ ഫൗണ്ടേഷൻ, നല്ല ഫൗണ്ടേഷൻ ഇട്ട് വളർന്നു വരണം. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൽ ജയാളികളായി മാറുവാൻ പറ്റുന്നത്. അപ്പം പ്രധാനമായി നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ടത്, ഒന്ന് റൂട്ടഡ് ആയിരിക്കണം. ഒന്ന് യേശുവിൻ്റെ കൂടെ നടക്കണം, കൂട്ടായ്മയിൽ നടക്കണം. എങ്ങനെ കൂട്ടായ്മ നടക്കണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനത്തെ അനുസരിച്ച് യേശു കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ, വിശ്വാസത്തിൽ നടക്കണം. 2, റൂട്ടഡ് ആയിരിക്കണം. ആമേൻ. ഒരിക്കലും മൂവബിൾ ആകാത്ത രീതിയിൽ ക്രിസ്തുവിൽ വേരൂന്നി നടക്കണം. ആമേൻ. അവിടേക്ക് നമ്മളിപ്പോൾ വരും. ബിൽട്ടപ്പ്, അതായത് കൺസ്ട്രക്ട് ടു യുവർ ലൈഫ് അപ്പോൺ ദ ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ വിശ്വാസത്തിൽ വേണം വളർന്നു വരുവാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 വൃക്ഷങ്ങൾ, 2 മരത്തിൻ്റെ തൈകൾ വെച്ചു. ഒന്നിനെ നല്ലോണം റൂട്ട് ഇറങ്ങി വളർന്നു, മറ്റേത് റൂട്ടില്ലാതെ വളർന്നു. അപ്പോൾ 2 കുറച്ചൊക്കെ വളർന്ന് മേളിലോട്ട് വന്നു. അപ്പോഴാണ് നല്ലൊരു കാറ്റും മഴയും വന്നു. 2ൻ്റെ നേരെ അടിച്ചു.
വലിയ വേരിറങ്ങാഞ്ഞത് പെട്ടെന്ന് താഴെ വീണുപോയി. എന്നാൽ വേരിറങ്ങിയത് താഴെ വീണില്ല, അത് സ്റ്റേബിളായിട്ട് പിടിച്ചു നിന്നു. ഇതിൻ്റെ കാറ്റിൻ്റെ ശക്തിയെ അല്ല നോക്കി, രണ്ടിൻ്റെ മേലും വന്ന കാറ്റിൻ്റെ ശക്തി മഴയുടെ ശക്തി ഒന്നായിരുന്നു. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വേരൂന്നിയതായിരുന്നു, ഒന്ന് വേരൂന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വേരൂന്നിയത് പിടിച്ചു നിന്നു, വേരൂന്നാഞ്ഞത് എന്തു പറ്റി? അത് താഴെ പോയി. ഇതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പല പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാം. പക്ഷേ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നവൻ, ആ വചനത്തിൽ വേരൂന്നിയിരിക്കുന്നവൻ ഒരിക്കലും തളർന്നു പോകത്തില്ല. അപ്പം എത്രമാത്രം വേരൂന്നുന്നോ അതനുസരിച്ചാണ് നമ്മൾ വളർച്ച പ്രാപിക്കാൻ പോകുന്നത്, ഉയർച്ച പ്രാപിക്കാൻ പോകുന്നത്. അതനുസരിച്ചാണ് നമ്മളുടെ ഫലങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ദാനിയേലിൻ്റെ സഹോദരൻ കൂട്ടുകാരും അവരെ ബാബിലോണിലായിരുന്നപ്പോൾ അവരെ ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ പേര് മാറ്റി അവരുടെ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കി. പല രീതിയിൽ അവരെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവർ ദൈവത്തിൽ വേരൂന്നിയത് കൊണ്ട് അവരവിടെ ഫലം കായ്ക്കുവാൻ, പ്രശ്നങ്ങളുടെ നടുവിൽ തകരാതിരിപ്പാൻ ഇടവന്നു. അതുകൊണ്ട് ഇന്ന് ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? അത് ഒന്ന് ദൈവവചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. അപ്പോൾ വചനവുമായിട്ട് നല്ല ബന്ധമുണ്ടാണ്. വചനം നമ്മുടെ ഉള്ളിൽ, വെളിപ്പാടിൽ നമ്മുടെ അകത്ത് വചനം ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ആ കർത്താവിൻ്റെ വചനം ആവശ്യമാണ്. അതുപോലെ ആ പ്രാർത്ഥന, ആ കൂട്ടായ്മ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളങ്ങ് പോകും. പക്ഷേ അപ്പോൾ ആ ഫെലോഷിപ്പ് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോടുകൂടെ ചേർന്നിരിക്കണം. ഓഫീസിലായിരിക്കുമ്പോഴും എവിടെയാണെങ്കിലും അല്പസമയം ഒരു ഗ്യാപ്പിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാനും കർത്താവിൻ്റെ കൂടെ ഇരിപ്പാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. പിന്നെ പരിശുദ്ധാത്മാവ് തരുന്ന ചെറിയ നിർദ്ദേശങ്ങൾ പോലും നമ്മൾ അനുസരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. പറയണം, കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ് ഉള്ള ഒരു വലിയ ബോധ്യവും അതുപോലെ തന്നെ വിശ്വാസമുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇത്രയും വരുമ്പോഴത്തേന് നമ്മൾ നല്ലോണം വേരൂന്നാൻ തുടങ്ങും, നമുക്ക് വലിയ വളർച്ച ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ചിലരൊക്കെയാണ് ചർച്ചിൽ പോകത്തില്ല, കൂട്ടായ്മയ്ക്ക് പോകണം, ചർച്ചിലും പോകണം. എങ്കിലേ നിങ്ങൾ വിശ്വാസത്തിൽ വളരത്തുള്ളൂ, എങ്കിലേ നിങ്ങൾ വേരൂന്നുകയുള്ളൂ. തനിച്ചൊരിക്കലും വളരാൻ പറ്റത്തില്ല. അത് ബൈബിളിനകത്ത് ഈ തനിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ബൈബിളിൽ പഠിപ്പിച്ചിട്ടില്ല. ചിലരൊക്കെ പറയും, ഞാൻ തന്നെ ബൈബിൾ വായിച്ച് ഞങ്ങളങ്ങ് വളർന്നോളാം. അങ്ങനെ ഒരു വളർച്ച വേദോസം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ കൂട്ടായ്മ കൂടണം, നിങ്ങൾ വിശ്വാസികളോടുകൂടെ നടക്കണം, സഭായോഗത്തിൽ കൂടണം, ദൈവവചനം കേൾക്കണം. വേരൂന്നി വളരുമ്പോൾ ഒരു പ്രതിസന്ധിക്ക് നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഫലം കായ്ച്ചു മുന്നേറുവാൻ ഇടവരും, നിങ്ങൾ ഉയർച്ചകൾ പ്രാപിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് കർത്താവിൽ വേരൂന്നി വളർച്ച പ്രാപിച്ച്, ആത്മീക വളർച്ച പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുന്നേറുക കേട്ടോ. ഈ വാക്യം വീണ്ടും വീണ്ടും വായിക്കുക. ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ നടക്കണം, കർത്താവിൻ്റെ കൂടെ നടക്കണം. എപ്പോഴും കർത്താവിനെ വിട്ടൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ കൂടെ നടക്കണം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ.